കൊച്ചി ഇൻ്റർവെൻഷൻ ഫോർ ടൊബാക്കോ സ്മോക്ക് ഫ്രീ ഹോംസ് എന്ന ഈ പദ്ധതി ഞങ്ങൾ തുടങ്ങിയത് അതിൻ്റെ പ്രധാന ലക്ഷ്യം വീട്ടിനുള്ളിലെ പുകവലി ഇല്ലാതാക്കാനായിരുന്നു. ഇത് ഞങ്ങൾ ചെയ്തത് കൊച്ചി കോർപ്പറേഷനും അടുത്തുള്ള പഞ്ചായത്തുകളിലുമാണ് ഇത് നടത്തിയത്. അപ്പോൾ ഇതിലൂടെ നമ്മൾ 17,000 മെമ്പേഴ്സിനെ ഒരു 5,000-ോളം ഉള്ള ഫാമിലീസിൽ ഉള്ള 17,000 മെമ്പേഴ്സിനെയാണ് നമ്മൾ ആദ്യം പ്രിലിമിനറി സർവേയിൽ ഉൾപ്പെടുത്തിയത്. അത് കഴിഞ്ഞ് അതിൽ വീട്ടിനുള്ളിൽ പുകവലിക്കുന്നവരെ എടുത്ത് അവരായിരുന്നു ഈ പഠനത്തിൻ്റെ ഭാഗമായത്. കൊച്ചി ഇൻ്റർവെൻഷൻ ഫോർ ടൊബാക്കോ സ്മോക്ക് ഫ്രീ ഹോംസ് എന്ന ഈ പദ്ധതി നടപ്പാക്കിയത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും കൊച്ചി കോർപ്പറേഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും NHM എറണാകുളവും ആരോഗ്യ വകുപ്പും കൂടെ സംയുക്തമായിട്ട് ചേർന്നാണ് ഈ പരിപാടി നടപ്പിലാക്കിയത്. അപ്പോൾ അടിസ്ഥാനമായിട്ട് നമ്മൾ പല വിവരങ്ങളും ശേഖരിച്ചു. അതിനോടൊപ്പം തന്നെ പരോക്ഷ പുകവലിയായിരുന്നു നമ്മളുടെ ഇഷ്യൂ. അപ്പോൾ ഈ പരോക്ഷ പുകവലി ഇല്ലാതാക്കുക എന്നുള്ള ആ ഇഷ്യൂയും അതിനെ ഒരു ഇൻഡോർ എയർ പൊല്യൂഷൻ, ഗാർഹിക മലിനീകരണത്തിൻ്റെ ഒരു ഇഷ്യൂ ആക്കിയാണ് നമ്മൾ ചിത്രീകരിച്ചത്. അപ്പോൾ വീട്ടിനുള്ളിൽ പുകവലിക്കുമ്പോൾ ഗാർഹിക മലിനീകരണം ഉണ്ടാവാം എന്നുള്ളൊരു അവബോധം ഉണ്ടാക്കുകയായിരുന്നു ഒരു പരോക്ഷമായ ലക്ഷ്യം. അപ്പോൾ ഇതിൽ നമ്മൾ അടിസ്ഥാനമായിട്ട് സ്ത്രീകളും വീട്ടിലുള്ള കുട്ടികളും അവരുടെ മൂത്രം പരിശോധിച്ച് അതിൽ കോട്ടിനുണ്ടോ, കോട്ടിൻ എന്ന് പറയുന്നത് നിക്കോട്ടിൻ, പുകയിലയിലെ ഒരു പ്രധാന ഘടകമാണ് നിക്കോട്ടിൻ, അതിൻ്റെ ഒരു മെറ്റബോളൈറ്റാണ് ഈ കോട്ടിന്. അപ്പോൾ കോട്ടിനുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ത്രീകളുടെ മൂത്രത്തിൽ പരിശോധിച്ചു, സ്ത്രീകളല്ലെങ്കിൽ കുട്ടികൾ. അതേപോലെ തന്നെ വീട്ടിൽ ഈ ഗാർഹിക മലിനീകരണത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ 2.5 പാർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ എത്രത്തോളം ഉണ്ട് വീട്ടിനുള്ളിൽ. കാരണം ഈ വീടുകളൊക്കെ ചെറിയ വീടുകളും ഇടുങ്ങിയ വീടുകളും ഒക്കെയാണ്. അപ്പോൾ വെൻറ്റിലേഷനും കുറവാണ്. വെൻറ്റിലേഷനും നമ്മൾ അളന്നു. അതിനോടൊപ്പം തന്നെ ഈ ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു മെഷീനാണ്. മെഷീൻ വെച്ച് അത് നമ്മൾ ആദ്യം എല്ലാവരെയും കാണിച്ചു കൊടുത്തു, ഇതിൽ ക്യാമറയൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ 2.5 പാർട്ടിക്കുലേറ്റ് മാറ്ററും 10 പാർട്ടിക്കുലേറ്റ് മാറ്ററും മെഷർ ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഈ മെഷീൻ നമ്മൾ തുടക്കത്തിൽ എല്ലാവരുടെയും വീട്ടിൽ വെച്ച് അത് അളന്നു. അതിനോടൊപ്പം തന്നെ യൂറിൻ കോട്ടിനും അളന്നു. പിന്നെ പുകവലിക്കുന്നവരുടെ ലങ് ഫങ്ഷൻ എത്രത്തോളം ഉണ്ട്, അതിനൊരു ചെറിയ ഉപകരണം ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് തന്നെ അവരോട് ഊതാൻ പറഞ്ഞ് അതിൽ FEV1/FEV6 എന്നുള്ള ഒരു ഘടകം അളക്കാൻ പറ്റും. അത് പ്രൈമറി ഹെൽത്ത് കെയർ ലെവലിൽ അതൊരു നല്ല മെഷീനാണ്. അസസ് ചെയ്യാൻ ലങ് ഫങ്ഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അസസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഇതിന് ശേഷം ഈ 30 ക്ലസ്റ്ററാണ് എടുത്തത്. ആ 30 ക്ലസ്റ്ററിനെ 15 തിരിച്ച് ഒരു ഗ്രൂപ്പിൽ ഇടപെടൽ നടത്തുകയും മറ്റൊരു ഗ്രൂപ്പിൽ നടത്താതിരിക്കുകയും ചെയ്തു. ഇടപെടൽ എന്താണെന്ന് ചോദിച്ചാൽ അത് മുൻനിരയിൽ നിൽക്കുന്ന ആരോഗ്യ പ്രവർത്തകർ, അത് അംഗൻവാടി വർക്കറാകാം, അല്ലെങ്കിൽ ആശാപ്രവർത്തകരാകാം, അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ആരോഗ്യ പ്രവർത്തകരാകാം. അപ്പോൾ ഇവർക്ക് നമ്മളൊരു പരിശീലനം കൊടുത്തിട്ട് അവരാണ് ആദ്യം വീടുതോറും പോയി 3A's എന്ന്, ടൊബാക്കോ സെസേഷൻ്റെ 3A's എന്ന് പറയും. അതായത് ആസ്ക്, അഡ്വൈസ്, ആക്ട് എന്നുള്ള ആ 3A's ഉപയോഗിച്ച് അവർ വീടുകളിൽ ചെന്ന് ഒരു ഫ്ലിപ്പ് ചാർട്ട് ഉപയോഗിച്ച് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അടുത്ത ഘട്ടമായിട്ട് ഇവരുടെ ഇൻഫ്ലുവൻസേഴ്സ് ആരാണ്, ഇവരെ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ആരാണ് എന്നുള്ളത് കണ്ടെത്തി അവരോട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. ആദ്യഘട്ടമായിട്ട് വീട്ടിനുള്ളിൽ പുകവലിക്കരുത് എന്നതായിരുന്നു നമ്മളുടെ പദ്ധതിയുടെ ഒരു പ്രധാന ലക്ഷ്യം. അത് കഴിഞ്ഞ് പിന്നെ ഈ ആരോഗ്യ പ്രവർത്തകർ ഓരോ ക്ലസ്റ്ററിലും 2-3 മീറ്റിംഗ് വെച്ച് നടത്തി. അപ്പോൾ മീറ്റിങ്ങുകളിൽ അവിടെയുള്ള പ്രധാനികളെ എല്ലാവരെയും വിളിച്ച്, അത് പഞ്ചായത്ത് മെമ്പർ, അവിടുത്തെ വാർഡ് മെമ്പർ, അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, കൗൺസിലർ, അങ്ങനെയുള്ളവരെ വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ ഫേമസ് ആയിട്ടുള്ള ഡോക്ടർമാരുടെ, ഓൺകോളജിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, അവരുടെയൊക്കെ ചെറിയ വീഡിയോ, 1 മിനിറ്റ് വീഡിയോ, അല്ലെങ്കിൽ സിനിമാ താരങ്ങളുടെ അല്ലെങ്കിൽ സീരിയൽ താരങ്ങളുടെ ഒക്കെ ഒരു മെസ്സേജ് കൂടെ കൊടുത്തു. വീട്ടിനുള്ളിലെ പുകവലി എത്രത്തോളം ഹാനികരമാണെന്ന് ആ മെസ്സേജ് റീഇൻഫോഴ്സ് ചെയ്യാൻ അതൊക്കെ ചെയ്തു. അപ്പോൾ അതാണ് കമ്മ്യൂണിറ്റിയിൽ ഉള്ള ഇടപെടൽ. പിന്നെ നമ്മൾ കുട്ടികളെ ഉപയോഗിച്ചു. കുട്ടികൾക്ക് അവബോധ ക്ലാസ്സുകൾ നടത്തി, ഇതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് അങ്ങനെ കുട്ടിക്കൂട്ടങ്ങളെയും സ്വാധീനിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇങ്ങനെ പല തലത്തിലുള്ള ഇടപെടലാണ് ഈ സംഘം നടത്തിയത്. ഇടപെടൽ കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടിസ്ഥാന വിവരശേഖരണത്തിന് കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ വീണ്ടും അസസ് ചെയ്തു, എന്നിട്ട് കമ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 6 മാസം കഴിഞ്ഞ് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി ഒന്നുകൂടെ ചെയ്തു. അപ്പോൾ ഇതായിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ ഓപ്പറേഷണൽ പാർട്ട്. ഇതുപോലെയായിരുന്നു. പിന്നെ എന്താണ് നിങ്ങൾ കണ്ടെത്തിയെന്ന് ചോദിച്ചാൽ
പാർട്ടിക്കുലേറ്റ് മാറ്ററിൽ നല്ല കുറവുണ്ട്, 2.5 പാർട്ടിക്കുലേറ്റ് മാറ്ററിൽ വീട്ടിനുള്ളിൽ ഇടപെടൽ നടത്തിയ ഇടങ്ങളിൽ നല്ല കുറവുണ്ട്. അതേപോലെ തന്നെ യൂറിൻ കോട്ടിനിലും കുറവുണ്ട്. അത് ഒരു നല്ല മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇടപെടൽ നടത്താത്ത ഇടങ്ങളിലും, കാരണം വീണ്ടും വീണ്ടും ചെന്ന് ചോദിച്ച് ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ മെഷർ ചെയ്യുന്ന ഇൻഡോർ എയർ പൊല്യൂഷൻ്റെ ആ മീറ്ററും കൂടെ വെച്ച് കഴിയുമ്പോൾ ഒരു പൊതുജന ആരോഗ്യത്തെ സംബന്ധിച്ച് അതൊരു നല്ല ഇമ്പാക്റ്റാണ് ഈ പ്രൊജക്റ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്.